ഹലോ. അപ്പോൾ ഇത് ഞാൻ ബ്രിസ്റ്റലിൽ വന്നിരിക്കുകയാണ്. ബ്രിസ്റ്റലിൽ നിന്നൊരു വീട് നമ്മൾ വർഷങ്ങളായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മൾ ആ വീട്ടിൽ താക്കോല് കിട്ടി. അപ്പോൾ ഇത് ഈ വീട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4 വർഷം കൂടി ഇന്നാണിത് ഇതിൻ്റെ അകത്ത് കയറുന്നത്. ലാൻഡ് ലോഡിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ലായിരുന്നു, അലോഡില്ലായിരുന്നു, അവർ കൂട്ടിയിട്ടിരിക്കുമായിരുന്നു. ഇത് നോക്കി, ഇതാണ് വീടിൻ്റെ അവസ്ഥ. എല്ലാം ആകോടെ അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ് വീട്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കയറിയതേ ഉള്ളൂ. എല്ലാം അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ്. അടുക്കളയെല്ലാം അലങ്കോലമാക്കി ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ അത് ഒരു ലീഗൽ ബാറ്റിൽ നടത്തിയാണ് ഇംഗ്ലീഷുകാർ ഇവിടെ വർഷങ്ങളായിട്ട് താമസിച്ച് ഇംഗ്ലീഷുകാരെ ഇറക്കി വിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറുന്നത്. ഇത് നമ്മൾ എത്ര വർഷം കൂടിയാണ് നമ്മൾ കയറുന്നത്? അതിൻ്റെ ഒന്നുകൂടെ പറഞ്ഞു. 3 വർഷം കൂടി ഇതിനകത്ത് കയറുന്നത്. 3 വർഷം കൂടി ഇതിനകത്ത് കയറി നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക. നമ്മൾ ഈ സമയത്ത് 4 വർഷം എന്നല്ലേ പറഞ്ഞു? 4 വർഷം. 4 വർഷം കൂടി കയറും. ഇതെല്ലാം കുളമാക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം കുളമാണ്. ഓക്കെ, ഇതുണ്ട്. ഇതെല്ലാം വീട്, ഇതെല്ലാം ഈ വീട് ഈ മുറി കുഴപ്പമില്ലെന്നുണ്ട്. ഇത് ഇവരുടെ എല്ലാം സംഭവം കിടക്കുന്നു തോന്നുന്നല്ലേ? ആണ് നമ്മുടെ ഇതെല്ലാം നമ്മുടെ തന്നെയല്ലേ? ഇതുണ്ട്. ഇത് വിൻഡോ ഒക്കെ കിടക്കുന്ന കിടപ്പുണ്ടോ? ക്ലീൻ ചെയ്യാതെ വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ്. വളരെ വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ്. നമുക്ക് മറ്റേ മുറിയിലേക്ക് കിടക്കാം. ഇതിവിടെ ബാത്റൂം, അത് വൃത്തികേടാണ്. പിന്നെ ഇത് ദൈവാനുഗ്രഹങ്ങൾക്ക് വീട് തിരിച്ചു കിട്ടിയത്. വളരെ സ്ട്രഗിൾ ചെയ്താണ് ഈ വീട് കിട്ടിയത്. അപ്പോൾ ഇതിനെ കുറിച്ച് ഒന്ന് പറയാവോ സിവി? അവിടെ വന്നേ, ഇവിടെ വന്നു. ഇത് വേറെ അടുത്ത ബെഡ്റൂം. ഇതുണ്ടോ? ഇത് കുളമാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ശബ്ദം മാത്രമായിട്ട് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ശബ്ദം മാത്രമായിട്ട് നിങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. നിങ്ങളെ എന്താണ് ഗോത്രോ ചെയ്തെന്നുള്ള ഒരു കാര്യം. ഞങ്ങള് 2021 ഞങ്ങൾ വീട് കൊടുത്തത് ടെനന്റിന്. അപ്പൊ ഞങ്ങളൊരു ഫ്രണ്ടിന്റെ മോള് വഴി അറിയാവുന്നതായതുകൊണ്ട് ഞങ്ങൾ കൊടുത്തത്. ഫ്രണ്ട്ഷിപ്പ് വെച്ച് വീട് കണ്ട് അന്ന് തന്നെ പുള്ളിക്കാരത്തി പറഞ്ഞു, അന്ന് തന്നെ മാറാൻ റെഡിയായിട്ടാണ് പുള്ളിക്കാരത്തി വന്നത്. അങ്ങനെ ഞങ്ങൾ കൊടുത്തു. പക്ഷേ പുള്ളിക്കാരത്തി കൗൺസിൽ ബെനിഫിറ്റ് കിട്ടുന്ന ആളായിരുന്നു. പക്ഷെ ഞങ്ങൾ അത്ര ഒരു കോംപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിച്ചില്ല. 1 വർഷം കഴിഞ്ഞ് നമ്മൾ ആകെ 1-2 പ്രാവശ്യം നമ്മൾ വീട്ടിൽ കയറിയോളൂ. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ വെക്കേറ്റ് ചെയ്ത് ടെനന്റിനെ മാറ്റാൻ നോക്കിയപ്പോഴാണ് നമ്മള് പേപ്പർ വർക്ക് തുടങ്ങിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇനീഷ്യൽ നമ്മൾ ഒത്തിരി ഡോക്യുമെന്റ്സ് മിസ്സിംഗ് ആണെന്നുള്ള കാര്യം. നമ്മൾ ബേസിക് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്താൽ കൊടുത്തിരുന്നേ. അപ്പൊ സെക്ഷൻ 21 പിന്നെ ഫെയിൽഡ് ആയി, പറയാൻ പറ്റിയില്ല, ഫെയിലായി. അതുകൊണ്ടാണ് ഞങ്ങള് അത് പിന്നെ ശരിയായില്ല. പിന്നെ ലീഗലി ഞങ്ങളൊരു വക്കീൽ സോളിസിറ്ററിന്റെ അടുത്ത് പോയി. അപ്പൊ ഞങ്ങള് സോളിസിറ്ററി അടുത്ത് പോയി. ആദ്യം ഒരാളെ കണ്ടു, പറഞ്ഞു സെക്ഷൻ 21 കൊടുത്ത് ഫെയിലായി പോയി. പിന്നെ അയാൾ കൈ ഒഴിഞ്ഞു. പിന്നെ രണ്ടാമത് ഒരു സോളിസിറ്ററിന്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ പോയി. അന്നേരം കുറെ പേപ്പർ വർക്കൊക്കെ നടന്നു. പക്ഷെ എനിവേ നമുക്ക് പൈസ മുടക്കുന്നതല്ലാതെ നമുക്ക് വീട് നമുക്ക് തിരിച്ചു കിട്ടണില്ല. നമ്മുടെ കയ്യിൽ ഡെപ്പോസിറ്റ് കിടന്ന പൈസയും കൂടെ നമ്മൾ അവർ കൊടുക്കേണ്ടി വന്നു. പിന്നെ നമുക്ക് ഈ ഫിനാൻഷ്യൽ ആദ്യത്തെ സോളിസിറ്ററെ നമ്മള് ബന്ധപ്പെടുകയും അവർ വഴി നമ്മൾ പോവുകയും ചെയ്തിട്ട് അത് പരാജയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എന്നാ സംഭവിച്ചത്? ആദ്യത്തെ സോളിസിറ്റർ ആദ്യം സെക്ഷൻ 21 കൊടുത്തു. അത് കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ ഇത് ഈ പരിധിക്ക് പുറത്താണ്, ഞങ്ങൾ ഈ ഏരിയ നോക്കി നിന്നില്ലെന്ന്, കവർ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് പുള്ളി ഞങ്ങളെ കയ്യിൽ ഒഴിഞ്ഞു സെക്ഷൻ 21 കൊടുത്തു കഴിഞ്ഞിട്ട്. എനിക്കൊന്ന് പുള്ളിക്ക് തോന്നിയത് കോംപ്ലിക്കേറ്റഡ് കേസ് ആയതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പുള്ളി പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ സോളിസിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ അവരെ വഴി പോയി. അതുവഴി 1 വർഷം 1.5 വർഷം അവര് വഴി പിന്നെയും പോയി. ഒരു വർഷം പോയിട്ടും പേപ്പർ വർക്കിൽ നമ്മൾ ടെനന്റിനെ വെക്കേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നില്ല. സെക്ഷൻ 21 കൊടുത്തു, സെക്ഷൻ 8 കൊടുത്തു. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഇനീഷ്യലി ആഫ്റ്റർ 1 ഇയർ കഴിഞ്ഞപ്പോ അവള് തന്നെ റെന്റും റെഡ്യൂസ്ഡ് ആക്കി. നമ്മൾ ഒരു രേഖയില്ലാതെ അങ്ങനെ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ പേപ്പർ വർക്ക് എടുത്തി, നമ്മുടെ ഡോക്യുമെന്റ്സ് ക്ലിയർ അല്ലെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ പോയപ്പോ പിന്നെ നമുക്ക് വീട് കിട്ടുന്നില്ല. പൈസ മുടക്കുക എന്നല്ലാതെ നമുക്കൊരു എൻഡ് കിട്ടുന്നില്ല. പിന്നെ ഫിനാൻഷ്യലി അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് ആ സോളിസിറ്റർ ആയിട്ട് ഇങ്ങനെ കണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഉള്ള ഡെപ്പോസിറ്റ്
രൂപയുടെ പുള്ളിക്കാരത്തി മേടിച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇപ്പൊ സെറ്റിൽമെന്റ് ചെയ്ത് നമുക്ക് വീട് കിട്ടുന്നു. എന്നിട്ട് വീട് കിട്ടുന്നില്ല. പിന്നെ സെക്ഷൻ 8 പോകാനാ പറയണേ. നമ്മളിങ്ങനെ പോയിട്ട് നമുക്കൊരു പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവരായിട്ട് നിർത്തി ഇങ്ങനെ വിഷമിച്ചിരുന്ന ഒരു ലാസ്റ്റ് മൊമെന്റിലാണ് ഹസ്ബൻഡ് വെറുതെ ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്താണ് പ്രസാദിന്റെ ഒരു വീഡിയോ കാണാനിടയായത്, നമ്മുടെ ഇത് ടിക്ടോക്ക് വഴി. അപ്പൊ അങ്ങനെ കണ്ടപ്പോഴാണ് പ്രസാദ്ജിനെ കോണ്ടാക്ട് ചെയ്യുകയും പ്രസാദ്ജി കേസ് ഏറ്റെടുക്കുകയും നമ്മുടെ കാര്യങ്ങളെല്ലാം പഠിക്കുകയും ചെയ്തിട്ട് നമുക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. നമ്മൾ ഡെഡ് ഡൗൺ നിന്നൊരു സ്ഥലത്ത് നിന്നാണ് പ്രസാദ്ജി നമ്മുടെ ഫിനാൻഷ്യലി മെന്റലി എല്ലാം ഞങ്ങൾ ഒരു ഡിപ്രസ്ഡ് ആയിരുന്നു സ്റ്റേജിൽ. അപ്പൊ അങ്ങനെ ഒരു അല്ല അങ്ങനെ ഒരു സമയത്താണ് നമ്മൾ കഴിഞ്ഞു പോയ വഴി ഓർക്കുമ്പോഴും പെട്ടെന്ന് സങ്കടം വന്നു. അപ്പൊ അങ്ങനെ എന്ന സ്ഥലത്താണ് പ്രസാദ്ജി ഒത്തിരി ഹെൽപ്പ് ചെയ്തു, പേപ്പർ വർക്ക് എല്ലാം ചെയ്ത് നമ്മുടെ ഒരു സ്വന്തം ഒരു ആങ്ങളെ ബംഗം പോലെ കൂടെ പറമ്പനെ പോലെ കണ്ട് നമ്മളെ എപ്പോഴും ഏത് സമയത്തും വിളിക്കുകയും ഒത്തിരി ഡിഗ്രി ആയിട്ട് ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യും. അത് ഒരു വർഷത്തിന്റെ ഞങ്ങൾ ലീഗൽ മൂവ്മെന്റ് നടന്നതിന്റെ ഫലമായിട്ടാണ് ഫൈനലി നമുക്ക് ഒരു സെറ്റിൽമെന്റ് ചെയ്ത് കോർട്ടിൽ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റിൽമെന്റ് ചെയ്ത് ഇന്ന് നമുക്ക് ഈ വീട് നമ്മുടെ കയ്യിലേക്ക് ഇന്ന് ആദ്യമായിട്ടൊരു 3 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഈ വീടൊന്ന് കാണുന്നത്. ഇതുവരെ ഉറക്കമില്ല, ഊണില്ല, എത്ര പൈസ നമുക്ക് വേണ്ടി നഷ്ടം വന്നു. അപ്പൊ ലീഗലി എനിക്ക് പറയാനുള്ളത്, ആര് കൊടുത്താലും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും എല്ലാ ബുദ്ധിയും അറിയാമെന്ന് തോന്നും. പക്ഷെ എപ്പോഴും നമ്മൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു കൗൺസിൽ ബെനിഫിറ്റ് കിട്ടുന്ന ടെനന്റിന് നമ്മൾ ഒരിക്കലും വീട് നമ്മൾ കൊടുക്കരുത് ആദ്യം തന്നെ. പിന്നെ നമ്മൾ മേഷൂർ ആക്കണം ഇനീഷ്യൽ ഡോക്യുമെന്റ് ഉണ്ടോന്ന്. അത് നമുക്ക് അറിയില്ലെങ്കിൽ അറിയാവുന്ന ആളുകളായിട്ട് സംസാരിച്ച് 1 or 2 പ്രാവശ്യം മേഷൂർ ആക്കിയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അധികം പ്രശ്നമില്ലാതെ നമുക്ക് നമ്മുടെ വീട് നമുക്ക് സേഫ് ആയിട്ടിരിക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ, നമ്മള് മലയാളികൾ സാധാരണ രീതിയിൽ കൂട്ടുകാരുടെ വർത്താനം കേട്ട് ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഒരു കോൺട്രാക്ട് ഒപ്പിട്ട് അതെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞ് മലയാളിക്ക് കൊടുത്തു അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തു എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നത് ശരിയല്ല. ഇതുവഴി ഇത് 4ാമത്തെ വീടാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും പ്രശ്നത്തിലൊക്കെ പെട്ട് കിടക്കുവാണെങ്കിൽ ആൾക്കാരെ ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഞാൻ സോളിസിറ്റർ ഒന്നും അല്ല, ഞാനാണ് ലേസൻ ചെയ്യുന്നത്. ഇവർ സോളിസിറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, സോളിസിറ്ററുമായിട്ട് മിണ്ടുന്നു ലേസൻ ചെയ്യുന്നു എല്ലാം ഞാൻ തന്നെയാണ്. ടെനന്റുമായിട്ട് ഡീൽ ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ എൻ്റെ ഒരു ലെറ്റിംഗ് ഏജൻസിയാണ്. അപ്പൊ ഞങ്ങൾ അത് ഏറ്റെടുക്കുകയും നിങ്ങളെ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഉറങ്ങാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. സാമ്പത്തികം പോട്ടെ, ഇവർക്ക് പൈസ ഒത്തിരി നഷ്ടം വന്നു, സാമ്പത്തികാലം ഏറെ ആയിട്ട് നമുക്കൊരു മാനസിക വിഷമം. അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെയാണ് ഇവർ ഗോത്രൂ ചെയ്തത്. അപ്പൊ അതെല്ലാം ഇന്നും കൊണ്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാവർക്കും ഒരു സന്തോഷമായി. അപ്പം നിങ്ങളെ എന്നെ കേട്ടതിൽ നിന്ന് സന്തോഷം. ഞാനിത് എഡിറ്റ് ചെയ്തിട്ടില്ലാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയി പോയിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും. എനിവേ ഞാൻ ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു. കട്ട് ചെയ്തേര്.